നിസ്കരിക്കുകയാണ്. അങ്ങനെ ആവരുത്. 4 റക്അത്തല്ലേ ഉള്ളൂ. 4 റക്അത്ത് നിസ്കരിച്ചാൽ ഡെയിലി 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കൂലേ? എത്ര ഒഴിവില്ലെങ്കിലും പോയി നിസ്കരിക്കൂലേ? ഇല്ല. മനുഷ്യനങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത് മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നാവണം. ഒരു ബിസിനസ് തുടങ്ങിയാൽ നാളെ തന്നെ ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഭാര്യ ഗർഭിണിയെന്ന് പറഞ്ഞാൽ പിറ്റത്തെ മാസം തന്നെ പ്രസവിക്കണമെന്ന്. പറ്റുമോ? കാത്തിരുന്നല്ലേ പറ്റൂ. സമയാവണ്ടേ? എല്ലാറ്റിനും സമയവും സന്ദർഭമൊക്കെ ഉണ്ടാവും. പക്ഷെ മനുഷ്യൻ പെട്ടെന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഏതൊരു കാര്യം. നമ്മൾ അറബികൾ പറയും സുറ സുറ. നമുക്കുണ്ട് ഈ പരിപാടി സുറ സുറ അല്ലേ? മലയാളികൾക്കൊക്കെ അല്ലേ? ഒരു ഹോട്ടലിൽ ചെന്നൊരു ചായ ഇട്ടാൽ നേരം വൈകിയ ചൂടാവില്ലേ? നമ്മൾ ഭക്ഷണം കൊണ്ടുവന്ന് ചോറ് കൊണ്ടുവന്ന് കറി എത്തിയിട്ടില്ല, നേരം വൈകി, നമ്മൾ സപ്ലൈറോട് ഒന്ന് തട്ടി കയറൂലേ? സുറ സുറ നമുക്കുണ്ടത്. ഇത് പാടില്ല. എന്ന് കുറച്ച് സബൂറാവും. സബൂർ എന്ന് പറയില്ലേ? ക്ഷമ. പുണ്യനബി പറയാ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറയരുത്. 4 റക്അത്ത് ളുഹ, 2 റക്അത്ത് ഏതായാലും നിസ്കരിച്ച് പോരുന്നവരുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ 360 ജോയിന്റുകൾക്ക് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയാണ് ളുഹ നിസ്കാരം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് 2 4 ആക്കുക. പകലിന്റെ അവസാനം നിനക്ക് ഞാൻ സന്തോഷം നൽകും, നിനക്കൊരു വിഷമവും വരൂല. നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളിൽ ഏറ്റവും യോഗ്യതയുള്ള ഏറ്റവും നല്ല പവറുള്ള ഫേമായ കാര്യം നിങ്ങൾ ക്ഷമിക്കലാണ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ ഭയപ്പെടലാണ്. നല്ലൊരു ഡീല് വന്നു, അള്ളാഹുവിന് ഇഷ്ടമല്ല, ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം. എൻ്റെ സുഹൃത്തൊരു കഥ പറഞ്ഞു. അദ്ദേഹം ഒരു നാടിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുക. അപ്പൊ കോള് വന്നു. ഹോട്ടൽ നമ്പറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട്, നിങ്ങൾ എവിടെയാണ്? റൂമിലാണ്. ഉറങ്ങാണോ? അല്ലേ? പക്ഷെ നിനക്ക് എന്താ വേണ്ടത്? അതൊരു പെൺകുട്ടിയാണ്. ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരികയാണ്. എന്തിനു വരുന്നു? ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു. എനിക്ക് കാണണ്ട. അപ്പൊ അവളുടെ ശരീരവും അവരുടെ സൗന്ദര്യവും വിശദീകരിക്കുകയാണ്. എന്തിന്? പച്ചയായ ഹറാമിലേക്ക് ആ പെൺകുട്ടി നിങ്ങളുടെ റൂമിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ റൂം പൂട്ടിയിട്ട് കുപ്പായം പോലും ശരിക്കിടാണ്ട് ഇറങ്ങി ഓടിപ്പോകുന്ന പോക്കിൽ ഈ പെൺകുട്ടി കയറി വരുന്നത് കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ തടി രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ആൺകുട്ടികൾ ചെയ്യുന്ന പണിയാണത്. അതാണ് ആണത്തം എന്ന് പറയുന്നത്. തിന്മകൾക്ക് നിന്നുകൊടുക്കലല്ല, തിന്മകൾക്ക് വഴിപ്പെടലല്ല. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷനാണ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്റ്റുഡന്റാണ്, ഞാൻ ആ തിന്മയ്ക്കില്ല എന്ന് പറയാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും നമുക്കും സാധിക്കണം. فإن ذلك من عزم الأمور that can make you determined. നിങ്ങളൊരു നല്ല മനുഷ്യനാവുന്നത് അവിടെയാണ്. وإن تصبروا وتتقوا فإن ذلك من عزم الأمور. يا بني أقم الصلاة. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പിഞ്ചുമോനെ ഉപദേശിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ലുഖ്മാനിൽ വായിക്കാൻ കഴിയും, ഓതാൻ കഴിയും. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അഖിമിസ്സലാഹ്, നിസ്കാരം നിലനിർത്തേണമേ. രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് വിളിച്ചുണർത്താണ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി. ഒരു ഒച്ചപ്പാട് ബഹളം, എണീറ്റില്ല, കാണിച്ചു തരാം, എങ്ങനെ തലയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നൊക്കെ. ആ ഒരു സെക്കൻഡുകൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി കേൾക്കുന്നത് ആക്രോശിച്ച് ചീത്ത വിളിച്ചു വരുന്ന ഉമ്മയാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ വാപ്പയാ കാണുന്നത്. ആ കുട്ടിയുടെ ഒരു ദിവസം പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ പറയാ. നേരെ മറിച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമായി, സ്നേഹത്തോടെ താലോലിച്ചു. ഇതൊന്നും ഉമ്മാക്ക് നേരം ഉണ്ടാവില്ല. സംഭവം ശരി തന്നെയാണ്. അവർ ഉറങ്ങിണീറ്റ് വരുമ്പം തന്നെ നേരം വൈകിട്ടുണ്ടാവും. പിന്നെ ബസ് വരാൻ നേരമായിട്ട് ഈ കുട്ടിനെ കുളിപ്പിക്കണം, പല്ല് തേക്കണം, ചായ കൊടുക്കണം, ബുക്കും ബാഗും ഒക്കെ റെഡിയാക്കിയിട്ട് ബസ്സിലേക്ക് എടുത്തു കൊടുക്കണം. അതിനൊന്നും പോയി താലോലിച്ച് ഉസ്താദ് പറയണത് ഈ ഐഡിയ ഒന്നും നടക്കൂല എന്ന് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ വേണ്ടത് അങ്ങനെയാണ്. പേടിപ്പിച്ചിട്ടല്ല എഴുന്നേൽപ്പിക്കരുത്. രാവിലത്തെ ഒരു ഉണർവിന്റെ, അത് ജീവിതം തുടങ്ങുന്ന സമയമാണ്. സ്നേഹത്തോടെ നിസ്കരിക്കാൻ വിളിക്കാം. മോനെ, നിസ്കരിക്കാൻ സമയമായിട്ടോ, വാങ്ക് വിളിക്കാനായി, അല്ലെങ്കിൽ വാങ്ക് വിളിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് ഒതുടുക്കും മോനെ, നേരം വൈകല്ലേ. അല്ലെങ്കിൽ മോളെ പെട്ടെന്ന് എണീക്ക്, ഉറക്കും ക്ഷീണൊക്കെ ഉണ്ടാവും. ശരിയാണ്, ഉമ്മാക്ക് ഉറക്കൊക്കെ ഉണ്ട്, പക്ഷേ നിസ്കാരം അതിനെ നേരത്തെ ചെയ്യണ്ടേ, മോളെ വേഗം എണീക്ക്.
ഇതും നീ എണീച്ചിട്ടില്ലേ എന്ന് ചോദിച്ചങ്ങ് ചൂടായി ദേഷ്യപ്പെട്ട് പൊട്ടിത്തകർന്ന് വരുന്നതും ഒരുപോലെയാണോ? അല്ല. ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് നിസ്കരിക്കാൻ പറയാ. എങ്ങനെ പറയുന്നറിയോ? യാ ബുനയ്യ ഖിമിസ്സലാഹ്. ഇബ്നി എന്ന് പറഞ്ഞാൽ മോനെ എന്നാ. ബുനയ്യ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൽ മലപ്പുറത്തുകാരൊക്കെ വിളിക്കും, ഇങ്ങനെ കുഞ്ഞുമോനെ എന്ന് വിളിക്കും. കുഞ്ഞുമോൻ, കുഞ്ഞാപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്ത് അങ്ങനെ ഓമനപ്പേര് കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നുമില്ലല്ലേ, നിങ്ങൾ പേരല്ലേ വിളിക്കുള്ളൂ അല്ലേ? ബുനയ്യ എന്ന് പറഞ്ഞ ശരിക്കും കുഞ്ഞുമോനെ എന്നാ. മലപ്പുറത്തൊക്കെ തെളിവായി കുഞ്ഞുമോനെ എന്ന് വിളിക്കാൻ ഒരു ഒപ്പുണ്ട്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തേണമേ. മോനോട് പറയുമ്പോ യബ്നി, യാ വലദ്, ദാ മോനെ എന്ന് പറയാം. അതൊന്നല്ല വിളിക്കുന്നത് യാ ബുനയ്യ. സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യമുള്ളൊരു വാക്കാണ് മോനെ. വാപ്പ വിളിക്കുന്ന വാക്കുകളിൽ ഏറ്റവും വലിയ സ്നേഹമുള്ള വാക്കാണ് അറബിയിൽ യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ. കുഞ്ഞുമോനെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും. അപ്പൊ മോനെ, നീ എത്ര വലുതായാലും എനിക്ക് നീ എന്റെ കുഞ്ഞുമോൻ തന്നെയാണ്. യാ ബുനയ്യ അഖിമിസ്സലാ. ഇത് പറയുമ്പോ മഹാനവരുടെ മോന് ചെറിയ മോൻ തന്നെയാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് ഇത് വിശുദ്ധ ഖുർആനാണ്. വാപ്പ എങ്ങനെയാണ് മക്കളോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഇതിൽ പഠിക്കാനുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തേണമേ. കുഞ്ഞുമോനെ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ്. കുഞ്ഞോളേന്നോ കുഞ്ഞുമോളേന്നോ അങ്ങോട്ടും വിളിക്കാം. ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഓമന പേര് വെച്ചിട്ട് സ്നേഹത്തോടെ വിളിക്കാം. എന്നിട്ട് നിസ്കരിക്കണേ എന്ന് പറയുന്നത് നന്മ കൊണ്ട് കൽപ്പിക്കണേ മോനെ, നന്മ ചെയ്യണേ എന്ന് നിന്റെ കൂട്ടുകാരോട് നീ പറയണം. എന്തല്ല, നീ തിന്മ ചെയ്യരുത് എന്നല്ല പറയണത്, നന്മ നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ നന്മ നീ ചെയ്യല് മാത്രമല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം. നിന്റെ സ്കൂളില്, നിന്റെ ക്ലാസ്സില്, നിന്റെ കൂടെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവരോടത് ചെയ്യരുത് എന്ന് പറയാൻ എന്റെ പൊന്നുമോനെ നിന്നെ കൊണ്ട് കഴിയണം. നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ഏറ്റവും നല്ല ഉപദേശം അതാ. അവിടെ ചെന്നിട്ട് നീ അവിടെ ബുദ്ധിമുട്ടാക്കരുത്, അല്ലെങ്കിൽ അവിടെ നീ കച്ചറ കളിക്കരുത്, അല്ലെങ്കിൽ ടീച്ചറെ ബുദ്ധിമുട്ടാക്കരുത്. ഇതൊക്കെ പറയുന്നതിനപ്പുറം നീ ചെല്ലുന്ന ഒരു ക്ലാസ്സിൽ, നീ പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവരും നല്ലവരായി മാറണം നിന്നെ കണ്ണുകൊണ്ട് എന്ന് മകനോട് പറയാൻ ലുഖ്മാൻ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വാപ്പയായി ലുഖ്മാൻ അലൈഹിസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. യാ ബുനയ്യ ഖിമിസ്സലാഹ്. പിഞ്ചു മക്കളോടാണെങ്കിൽ പോലും നന്മയിലേക്ക് ഓടി വരാൻ അല്ലാഹു നടത്തുന്ന അഭിസംബോധനയാണിത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകളിലേക്ക് ഓടി വരുന്നവരായിരുന്നു അവരെ. സക്കരിയ നബിയുടെ സമൂഹം, അവിടുത്തെ ഭാര്യ, സക്കരിയ നബിയുടെ മകൻ യഹ്യാ നബി എന്നൊക്കെ ഖുർആൻ പറയുമ്പോ മക്കളോടും നമ്മളോടും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ. അതാണ് പറഞ്ഞത്, ക്ഷമിക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണമേ, 4 റക്അത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കണമേ, അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാവണേ എന്നൊക്കെ പറയുന്നത് അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. യാ ബുനയ്യ ഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നിസ്കാരം നിലനിർത്തണേ, നന്മ കൽപ്പിക്കണമേ, തിന്മ വിരോധിക്കണമേ. വസ്ബിർ അലാ മാ അസാബക. നിനക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ മോനെ നീ ക്ഷമിക്കണമേ. നമ്മുടെ മക്കൾക്ക് ക്ഷമിക്കാൻ അറിയില്ല. ഇപ്പോഴത്തെ കാലം വലിയ ബുദ്ധിമുട്ടാണ്. തീരെ ക്ഷമയില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞു, മോൻ പറഞ്ഞതിന് നോ എന്ന് ഉമ്മ പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് പൊട്ടിച്ചു, പ്ലേറ്റ് പൊട്ടിച്ചു, പിന്നെ ഫോൺ എടുത്തെറിഞ്ഞു, ബഹളം, ആകെ ബഹളം. ഈ കുട്ടികൾക്ക് മാത്രമല്ല, കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നുണ്ട്. ഇതൊരു വലിയ അപകടമാണ്. കാറ്റാസ്ട്രോഫിക് സിറ്റുവേഷൻ ആണിത്. എങ്ങനെ നിക്കാഹ് ചൊല്ലി അന്തസ്സോടെ മഹർ കൊടുത്ത് നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് 1 മാസം കഴിയുമ്പോൾ കുട്ടി പറയാം, എനിക്ക് ശരിയാവില്ല അവിടെ. എന്ത് മോളെ? എനിക്ക് ശരിയാവില്ല. എന്തേ കാരണം? കാരണം എനിക്കറിയില്ല, എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് തൊലാഖ് വേണം. പടച്ചോനെ, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെൺകുട്ടി തൊലബത്തി ത്വലാഖ്,
ന്യായമായ ശർഅ പറയുന്ന ഒരു കാരണമില്ലാതെ എനിക്ക് ത്വലാഖ് വേണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ഒക്കെ ആലോചിച്ചോളൂ, ചിന്തിച്ചോളൂ, സമയമെടുത്തോളൂ. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ക്ഷമയില്ലാതെ, സബൂറില്ലാതെ, പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ക്ഷമയില്ലാതെ ക്ഷുഭിതരായി പൊട്ടിത്തെറിക്കുന്ന ഒരു യൗവനം, അത് അപകടമാണ്. യാ ബുനയ്യ ഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ ക്ഷമിക്കണം. പല്ലുവേദന ഉണ്ട് മക്കൾക്ക്, ആ വേദന നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? മക്കൾ എന്നെ സഹിക്കണ്ടേ? വസ്ബിർ അലാ മാ അസ്വാബക്. മോളെ പല്ലുവേദന ഉണ്ടല്ലേ, തലവേദന ഉണ്ടല്ലേ, ബാക്ക് പെയിൻ ഉണ്ടല്ലേ, ക്ഷമിക്കും മോളെ, ക്ഷമിക്ക്, സാരല്ല, അള്ളാഹു ക്ഷമ തരട്ടെ, അള്ളാഹു വേദനക്ക് കൂലി തരും മോനെ, അല്ലെങ്കിൽ മോളെ നീ വിഷമിക്കല്ല. വസ്ബിർ അലാ മാ അസ്വാബക്. രോഗം വരും, പരീക്ഷണങ്ങൾ വരും, സമ്പത്തില്ലായ്മ സംഭവിക്കും, വാപ്പയുടെ കച്ചവടം തകർന്നടിയും, ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. വസ്ബിർ അലാ മാ അസ്വാബക്. നിനക്ക് സംഭവിക്കുന്നത് നീ സഹിച്ചേ പറ്റൂ. മക്കളെ ക്ഷമിക്കണേ. ആര് പറയാ? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. എന്തൊക്കെ പറഞ്ഞെന്നറിയൂടെ? യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്. മോനെ നിസ്കാരം നിലനിർത്തേണമേ. റമദാൻ കഴിഞ്ഞാൽ നിർത്തി പോകരുത് എന്നർത്ഥം. നിസ്കാരം കണ്ടിന്യൂസ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകണം. അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ്. എല്ലാവരോടും നന്മ ചെയ്യാൻ പറയണേ. വൻഹ അനിൽ മുൻകർ. തിന്മകൾ ചെയ്യരുതേ എന്ന് പറയണേ. വസ്ബിർ അലാ മാ അസ്വാബക്. മോനെ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നീ ക്ഷമിക്കണമേ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് നീ ചെയ്യുന്ന ഏറ്റവും യുക്തമായ, ശക്തമായ നിന്റെ തീരുമാനമാണ്. നിന്റെ ജീവിതത്തിന്റെ നിർണായകമായ സംഭവം നീ ക്ഷമിക്കുന്നതാണ്. വസ്ബിർ അലാ മാ അസ്വാബക്. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. മനുഷ്യൻ നിരന്തരമായി വികാരങ്ങൾക്ക്, വൈകാരികമായ ചിന്തകൾക്ക്, പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾക്ക് മനുഷ്യൻ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ഹോർമോണുകൾ അതതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിന് അടിമപ്പെടരുത് എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ചേ പറ്റൂ, അതിനെ സുരക്ഷിതമാക്കി വെച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുന്നവർ, അത് മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നും ലഹരിയും എന്തോ ആകട്ടെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്യുന്നവർ, മറികടക്കുന്നവർ. ഈ ലോകത്ത് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അതാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം. അതിന് ഉസ്താദ്മാര് തടസ്സം നിൽക്കരുത്. അതിന് ബാക്കിയുള്ളവർ ഞങ്ങളെ പറ്റിയൊന്നും പറയണ്ട, ഞങ്ങളോട് ആരും ഉപദേശിക്കാനും വരണ്ട, ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. അന്നേരം മക്കളെ ആരോഗ്യം തീരും, യൗവനം അവസാനിക്കും, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിയും ഇതൊക്കെ മങ്ങും, ഇതിനൊക്കെ തളർച്ച വരും. ഇത് കഴിഞ്ഞ് നിങ്ങളെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. ഒരു പരലോകമുണ്ട്, ഒരു വിചാരണ നാളുണ്ട്. ഇത് ചിന്തിക്കണേ എന്ന് മക്കളോട് പറയാൻ ആരുണ്ട്? പറഞ്ഞാൽ കേൾക്കാൻ എത്ര പേരുണ്ട്? ശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ ഇത് പറയാം, മനുഷ്യൻ സ്രഷ്ടാവിന്റെ നിയമങ്ങളെ മറികടക്കുകയും മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം മറ്റെല്ലാറ്റിനേക്കാളും വലുത് ഇതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ, പാരത്രിക ലോകം അതുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം? അങ്ങനെ പറയുന്ന ഒരു വിഭാഗം നരകത്തിലേക്ക് പോകും. കാരണം എന്തേ? ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തേതാണ് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം. അതില്ലേ, ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തു പോകും. പരലോകം നിഷേധിച്ചവരെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. പരലോകത്തെക്കാളും ഏറ്റവും ആവശ്യം ഈ ലോകമാണ് എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ
ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, നരകമാണ് അവരുടെ സങ്കേതം. അവരെത്തിച്ചേർന്ന് അവസാനിക്കാത്തൊരു ലോകം അവർ ചെലവഴിക്കുന്നത് തീജ്വാലകളിലാണ്. മഅദല്ലാഹ്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. നേരെ മറിച്ച് പുറത്ത് അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് ആരാണോ പേടിക്കുന്നത്, ആരാണോ ഭയപ്പെട്ടത്, ശരീരം ആഗ്രഹിക്കുന്ന തിന്മകൾ എന്തോ ആ തിന്മകളിലേക്ക് പോകാതെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പിടിച്ചു വെച്ചവരാരോ. വിദ്യാർത്ഥികളെ ഇത് എളുപ്പമല്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റുകൾ മുഴുവൻ തിന്മകളിലേക്ക് പോകുമ്പോ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കണമെങ്കിൽ കടുത്ത ഈമാൻ വേണം. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. കൂടെയുള്ളവർ ലഹരിക്കടിമയാകുമ്പോ, അവർ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സുമായിട്ട് വടിവിട്ട ജീവിതം നയിക്കുമ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു അനുവദിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അവരെത്തിച്ചേരുന്ന സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനസ്സുകൊണ്ടും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതുമായ അനന്തമായ ആനന്ദങ്ങളുടെ സാധ്യതയുള്ള എല്ലാ നിഅമത്തുകളും നിറഞ്ഞു കിടക്കുന്ന സ്വർഗമാണ്. ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്ക്. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണമേ. ദാരിദ്ര്യമാണോ നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്? ഈ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ട് ദാരിദ്ര്യം വരില്ലയോ? ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങളുടെ അമലുകൾ കൊണ്ട്, അധ്വാനം കൊണ്ട് മുന്നോട്ട് പോവണേ. ഇന്ന് ഖുർആൻ ഓതാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഹജ്ജ് സാധിക്കുന്ന പോലെ നാളെ സാധിക്കണമെന്നില്ല. ഇന്ന് നോമ്പെടുക്കാൻ കഴിയുന്ന പോലെ ഇനി ഒരു ഡയബറ്റിക് പേഷ്യന്റായി മാറിയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, അമലുകൾ പറ്റുന്നത്ര കൂടുതൽ ചെയ്തോളൂ. നിങ്ങൾ ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? അസുഖമാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ ജോലി തിരക്കിലായി പോകുന്നതാണോ കാത്തിരിക്കുന്നത്? വാർദ്ധക്യമാണോ കാത്തിരിക്കുന്നത്? മരണമാണോ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാൽ, അതല്ല നാളെ പരീക്ഷണമായി വരുന്ന മസീഹുദ് ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അതല്ല നിങ്ങൾ ലോകാവസാനം എത്തട്ടെ എന്നാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭയാനകമാണ്, അതിഭീകരമാണ് അന്ത്യനാളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം, അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് സങ്കടപ്പെടരുത്. ഒരുപക്ഷെ ഈ റമദാൻ സന്തോഷത്തോടെ കടിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആശ്വാസത്തോടെ പറയാൻ കഴിയുന്നവരെ സദസ്സിലുണ്ടാകാം. അല്ലെങ്കിൽ ഈ റമദാൻ വേണ്ട വിധമായിട്ടില്ല, അടുത്ത ഒരു റമദാൻ ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തും, ഈ റമദാൻ ഞാൻ വിചാരിച്ച പോലെ ആയില്ല. فلا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. നിങ്ങൾക്ക് ലഭിച്ച കാശോ സമ്പാദ്യമോ ആരോഗ്യമോ സൗന്ദര്യമോ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കല്ലേ, അഹങ്കാരം ചെയ്യല്ലേ, ആളുകളോട് മേന്മ പറയരുതേ, നിന്നെക്കാളും ഞാൻ മെച്ചമാണ് എന്ന് പറയല്ലേ, നീ എന്നെക്കാളും താഴെയാണ് എന്ന് ആരോടും ആരെക്കുറിച്ചും ചിന്തിക്കല്ലേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരം നടിച്ച് മേന്മ പറയുന്ന അഹങ്കാരികളായ ഒരാളെയും അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി എന്റെ അടുത്ത നിമിഷം മുതൽ ഞാൻ നല്ല ഒരാളായി മാറാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ തീരുമാനമെടുക്കിൻ. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വാക്ക് കൊടുക്കണമേ. നിങ്ങൾക്ക് വിജയത്തിന്റെ വഴി അള്ളാഹു തുറന്നു തരും. ന്യായമായും എല്ലാ നന്മകളും എല്ലാ നല്ല കാര്യങ്ങളും അതിനുവേണ്ടി ജീവിക്കണം, അതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ
فأولئك كان سعيهم مشكورا. മടി തോന്നുകയാണെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, സങ്കടവും വ്യാകുലതയും ടെൻഷനും പടച്ചവനെ കാക്കണേ, എന്റെ മനസ്സിന് കരുത്തു നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എന്നാൽ ചില ആളുകൾക്കെങ്കിലും എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ, എന്നെ ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല, ഞാൻ ദുർബലയാണ്, ഞാൻ ദുർബലനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യണേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ, മടി വരുന്നത് കാക്കേണമേ. വൽ അജ്സ്, അൽ അജ്സ് വൽ കസൽ, ഒന്നിനും കഴിയാതാവുന്നത്, ദുർബലനാകുന്നത്, ഒന്നിനും കൊള്ളരുതാത്തവനായി കൊള്ളരുതാത്തവളായി മാറുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയല്ലേ, അതൊരു എക്സ്ക്യൂസായി കൊണ്ട് നടക്കല്ലേ. ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സ് വൽ കസൽ. കടം വീടാൻ വിധങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അതിന്റെ കൂട്ടത്തിൽ വേറെയും വലിയ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇത് തന്നെയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ല എന്ന് തോന്നുന്നു, ധൈര്യമില്ല, ഭയങ്കര പേടിയാ. ആര് എന്ത് പറഞ്ഞാൽ, ഒരു വാഴന്റെ ഇല ആടിയാൽ പേടിക്കും, അങ്ങനെ പേടിച്ച് നടക്കാൻ, എന്ത് പറഞ്ഞാലും പേടി കൊണ്ട് ഉറക്കില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്മയുടെ ഒരു വിഷയം പറയുമ്പോൾ കയ്യിൽ കാശുണ്ടായിരിക്കെ അത് അല്ലാഹുവിനും പള്ളിക്കും വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടി വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. മക്കള് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 50ഉം 60ഉം കോടിയും വിലമതിക്കുന്ന കാറുകൾ വാങ്ങിക്കണമെന്ന് മക്കൾ പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്ന, ചെക്ക് എഴുതി കൊടുക്കുന്ന വാപ്പമാർ. ഇവിടെ മദ്രസക്ക് ഒരു റൂം വേണേ, 5 ലക്ഷം മതിയാവും അതിന്. 60ഉം 70ഉം ലക്ഷം മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് എടുത്തു കൊടുക്കുന്ന വാപ്പമാരിൽ അല്ലാഹുവിന്റെ ദീനിന് തരണേ എന്ന് ചോദിച്ചാൽ 50 നടത്തം പള്ളി കമ്മിറ്റിക്കാരെ നടത്തിക്കുന്ന മുതലാളിമാർ. എന്തിന്? 5 ലക്ഷം ഔദാര്യം വാങ്ങിക്കുന്ന പോലെ. അത് ബുഖലാണ്, പിശുക്ക് അതിന്റെ പേര്. ദുആ ചെയ്യണം. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, പടച്ചവനെ, പേടിയും ഭീരുത്വവും വരുന്നതിൽ നിന്ന് കാക്കേണമേ. വെറുതെ പേടിയാവാ, ഭയം തോന്നുന്നത്, വൽ ബുഖൽ, പിശുക്ക് തോന്നുന്നത്. ഒരു നല്ല കാര്യം കേട്ടാലും അതിപ്പോ വേണ്ട, പിന്നെ അതിപ്പോ തരൂല, പിന്നെ തരാം. അല്ലെങ്കിൽ 1000 കൊടുക്കാൻ കഴിയുന്നവൻ 100 കൊടുക്കുന്നുള്ളൂ, അവനെ കൊണ്ട് സാധ്യമാണ്, നന്മയാണെന്നറിയാം, ബോധ്യപ്പെട്ടിട്ടും ഇത് നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നത്, ഇതിന്റെ പേരാണ് പിശുക്ക്, ബുഖൽ എന്ന് പറയുന്നത്. പിശുക്കുള്ള ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പിശുക്ക് ആർക്കാണോ സംരക്ഷിക്കപ്പെടുന്നത്, പിശുക്കില്ലാതെയാവുന്നത്, പിശുക്കിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, അവരാണ് വിജയിച്ചവർ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. പിന്നെ പറഞ്ഞതാണ് കടം വിടാനുള്ളത്. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരിർ റിജാൽ. അല്ലാഹുവേ, ആളുകൾ വന്ന് ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിംമാർക്ക് പൈസയുടെ കാശിന്റെ ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. ചീത്ത വിളിക്കും, പരിഹസിക്കും, ദുൽമ ചെയ്യും, വേണ്ട വിധത്തിലൊക്കെ ഉപദ്രവിക്കും. അവർക്ക് വേണ്ടത് കാശാണ്. മറ്റേ ആൾ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാശ് കിട്ടിയാൽ മതി. എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത്, എന്തേ അതിൻ്റെ കാരണം, എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല, ആരും അത് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യ, പടച്ചവനെ, ഇത്തരം ബുദ്ധിയില്ലാത്തവരുടെ ഇടപെടലിൽ നിന്ന് നീ കാക്കേണമേ. അതാണ് വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരിർ റിജാൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രിയുടെ ബഹുഭൂരിഭാഗം വരുന്ന സമയം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തിരുന്ന മഹാനെ കുറിച്ച് സൂറത്തു സുമറിൽ വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. ഉസ്മാൻ തങ്ങളെ കുറിച്ച്. വെള്ളം കിട്ടാമല്ലോ, ഉണ്ടോ? സാധാ വെള്ളം ഉണ്ടോ? മധുരൊന്നും വേണ്ട, പച്ചവെള്ളം. മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ.
അല്ല നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാ? വളണ്ടിയർമാരില്ലേ? വളണ്ടിയേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണല്ലോ നിങ്ങൾ കൊണ്ടുവന്നതാ? പൈസ കൊടുത്ത് വാങ്ങിക്കുക? അൽഹംദുലില്ലാ. കബീർ മാഷയുടെ മാഷേ പോയോ? കുഴപ്പമില്ല, നമ്മുടെ അതിഥികളാണ്. അപ്പോൾ അതിഥികൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്ന ഒരു മര്യാദയല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നില്ലെങ്കിൽ നാളെ എന്തായാലും. മാഷേ എല്ലാവർക്കും വെള്ളം ഉണ്ടോ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും രാത്രിയുടെ ബഹുഭൂരിഭാഗം സമയം അള്ളാഹുവിന്റെ ചിന്തയിൽ കഴിച്ചുകൂട്ടുന്ന സാത്വികനായ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ ആഖിറത്തെ ഭയപ്പെടുകയും അവന്റെ റഹ്മത്ത് കൊതിക്കുകയും ചെയ്യുന്ന രാത്രികാലങ്ങളിൽ അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളും തിന്മയിൽ സമയം കളയുന്ന ഒരാളും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ശരിയായ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഈ ആയത്ത് സ്വഹാബിമാര് പറയും ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളിൽ ഒരു ധർമ്മസമരമുണ്ടാകുമ്പോൾ ഹബീബിന്റെ കൂടെ പോയിരുന്ന ആളുകളും ഹബീബിന്റെ കൂടെ പോകാതെ എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിലിരുന്നവരും രണ്ട് വിഭാഗമുണ്ടായിരുന്നു. അവരെ കുറിച്ച് ആയത്തിറങ്ങി. لا يستوي القاعدون من المؤمنين والمجاهدون في سبيل الله. ആയത്ത് ഇപ്പം അങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വാക്കുകളുണ്ട്. പക്ഷെ ആയത്ത് ഇറങ്ങിയത് ആദ്യം അങ്ങനെയായിരുന്നു. വീട്ടിലിരിക്കുന്നവരും ഹബീബിന്റെ കൂടെ പോയവരും ഒരുപോലെയാണോ? ഹബീബിന്റെ കൂടെ ധർമ്മസമരത്തിനിറങ്ങിയവരും വീട്ടിൽ കുത്തിയിരിക്കുന്നവരും ഒരുപോലെയാണോ എന്ന് ആയത്തിറങ്ങിയപ്പോ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, കണ്ണിന്റെ കാഴ്ചയില്ലാതിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ കണ്ണ് കാണാത്തവര്, പൊന്നാര നബിയേ ഞങ്ങളും അങ്ങയുടെ കൂടെ വരുന്നവരും ഒരുപോലെയല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഞങ്ങൾ എന്ത് കുറ്റത്തിന് വേണ്ടിയാ നബിയെ ഈ ആക്ഷേപം അർഹിക്കുന്നത്? ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ വീട്ടിലിരിക്കുന്നത്? ഞങ്ങളെ കൊണ്ട് ആവുന്നില്ലല്ലോ നബി യാത്ര ചെയ്യാൻ, ഞാൻ കണ്ണു കാണാത്തവരല്ലേ എന്ന് ഹബീബിനോട് പറയേണ്ട താമസം ആയത്തിറങ്ങി. സൂറത്തുൻ നിസായിലെ 95-ാമത്തെ ആയത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് വാക്കുകൾ കൂടെ ഏറെയാണ് പിന്നെ ഇറക്കുന്നത്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ന്യായമായ കാരണങ്ങളില്ലാതെ ഇരിക്കുന്നവരെ. അപ്പൊ കാരണത്തോടുകൂടെ ഒരു കാരണമുണ്ട്, പള്ളിക്ക് പോകാൻ പറ്റൂല, അദ്ദേഹത്തിന് കാലിന് വിഷമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, എന്തെങ്കിലും അസുഖമുണ്ട്, അങ്ങനത്തെവരും നബിയോടുകൂടെ ത്യാഗം ചെയ്യുന്നവരും ഒരുപോലെ തന്നെയാണ്. എന്നാൽ കാര്യമായ ഒരു ന്യായമായി പറയാവുന്ന ഒരു എക്സ്ക്യൂസും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ ഒരുപോലെയാണോ? ഹബീബിന്റെ കൂടെ ത്യാഗം ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ. ഹബീബിന്റെ കൂടെ ത്യാഗം ചെയ്യുന്നവർക്ക് ഇരിക്കുന്നവരെക്കാൾ, വെറുതെ ഇരിക്കുന്നവരെക്കാൾ അജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം അല്ലാഹു ഏറെ കൊടുക്കും. ദറജാതിൻ മിൻഹു വമഗ്ഫിറ. ഒരുപാട് സ്ഥാനമാണ് ത്യാഗം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. അത് നിയമപാലകന്മാരാകാം, ഡോക്ടർമാരാകാം, നഴ്സുമാരാകാം, പഠിക്കുന്ന വിദ്യാർത്ഥിനികളാകാം. അവർ ചെയ്യുന്ന ത്യാഗം, അവരുടെ യാത്ര, അവരുടെ പഠനം, അവരുടെ ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകള്, ഭക്ഷണത്തിലെ ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം അവർ ചെയ്യുന്നത് ഇൽമ പഠിക്കാനാണെങ്കിൽ, ത്യാഗം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ, അറിവ് അള്ളാഹുവിന് ഇഷ്ടമാണ്, വായിക്കണേ, ഓതണേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മതമാണ് ഇസ്ലാം, ഹബീബിന്റെ ഖുർആൻ അല്ലേ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതുകൊണ്ട് പഠനത്തിന്റെ വഴിയിൽ വരുന്ന ഏത് ത്യാഗവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ത്യാഗമാണ്. ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു വലിയ കാരുണ്യവും പ്രതിഫലവും അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. ഇവിടെ സഹചാരിയുടെ പ്രവർത്തകരെ
അതല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് പാലിയേറ്റീവ് ഒക്കെ നമ്മൾ പറയുമ്പോഴേ അത് നിസ്സാരമല്ല. നമ്മുടെ നാടുകളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരും അല്ലാത്തവരുമായ രോഗികൾ, ഡോക്ടർമാർക്കിന് മരുന്ന് കൊടുക്കാനില്ല, വേദന സംഹാരിന് ഒന്നും നൽകാനില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, വെറുതെ ഒരു രോഗിക്ക് വേണ്ടി ഒരു കട്ടിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് കാര്യം, വേറെ ആർക്കെങ്കിലും ഒന്ന് ചികിത്സിച്ചുകൂടെ, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വേദനയ്ക്ക് പോലും കാര്യമായൊരു സംഹാരിയും ഏൽക്കാതെ വേദനയ്ക്ക് ശമനം വരാതിരിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്‌ലിസിലെ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വിയർത്തൊലിച്ചു നിൽക്കുന്ന ഈ പാതിരാ സമയം ആമീൻ പറയുന്ന ആമീൻ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ വേദന സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ആ രോഗികളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന ആ രോഗികളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് എടുക്കാൻ, ചികിത്സ മരുന്ന് കൊടുക്കാനൊക്കെ സഹായിക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹുവേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും ദറജാതിൻ മിൻഹു വ മഗ്ഫിറതൻ വ റഹ്മ, ഈ എല്ലാ മഹത്വവും രോഗികളെ സംരക്ഷിക്കുന്നവർക്ക്, അവരെ ശുശ്രൂഷിക്കുന്നവർക്കും നീ നൽകണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നു, മക്ക വിജയം നടന്നപ്പോ, ഇസ്ലാം ലോകത്ത് വിജയിച്ചപ്പോ, മക്ക നഗരം ഒരിക്കലും ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുമെന്ന് മക്കക്കാർ നനച്ചില്ല എന്ന് മാത്രമല്ല, ജൂതന്മാർ മക്കക്കാരോട് പറയുമായിരുന്നു, മക്കക്കാരെ, ഈ പുതിയ പ്രവാചകൻ ഒരു സത്യപ്രവാചകനാണോ അല്ലയോ എന്നറിയാൻ ഒരൊറ്റ വഴിയുണ്ട്. മക്കയെങ്ങാനും ആ പ്രവാചകൻ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കണം, ഇത് സത്യപ്രവാചകനാണ്. മക്കയിലേക്ക് ഒരു തിരിച്ചുവരവ് ഈ പ്രവാചകന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യണ്ട, ഇത് കള്ളപ്രവാചകനായിരിക്കും. സംഭവിച്ചത് എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ വിജയവും മക്ക വിജയവും നടന്നു. മക്ക വിജയിച്ച് നബിതങ്ങൾ വിജയശ്രീലാളിതരായി കഅബാലയത്തിന്റെ താക്കോൽ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് തുറക്കുകയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന കറുത്ത വർഗ്ഗക്കാരനായിരുന്ന അടിമയായ ബിലാൽ എന്നവരോട് കഅബാലയത്തിന്റെ മുകളിൽ കയറി വാങ്ങ് കൊടുക്കാൻ പറയുകയും ചെയ്ത ആ ദിവസം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. മക്ക വിജയം നടന്നതിന്റെ ശേഷം ഇസ്ലാമിന് വേണ്ടി സംഭാവന കൊടുത്തവരും മക്ക വിജയം നടക്കുന്നതിന്റെ മുമ്പ് ദീനിന് സ്വതക്ക കൊടുത്തവരും ഒരുപോലെയല്ല. ഖുർആൻ പറയാം, ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, ഒരു മസ്ജിദ്, ഒരു മദ്രസ, അതിന്റെ തുടക്കം മുതൽ അതിനു വേണ്ടി പണിയെടുത്തവരും ഇതെല്ലാം ആയിത്തീർന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് വേണ്ടത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു വരുന്നവരും ഒരുപോലെയല്ല. ഒരു വിഷയത്തിന്റെ തുടക്കം ത്യാഗപൂർണമായൊരു നേരമാണ്. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒളിച്ചോടേണ്ട ഘട്ടം വരെ എത്തിയ ഹിജ്റ നടക്കുന്ന സമയം, അത് കഴിഞ്ഞ് മദീനയിൽ എത്തിയതിനു ശേഷം ഹബീബിനെ ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് ഹബീബിനെ ബുദ്ധിമുട്ടാക്കി ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഈ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് കിട്ടിയ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ദീനിന് വേണ്ടി വാരിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, കയ്യിൽ കിട്ടിയ വരുമാനത്തിന്റെ എല്ലാം ഹബീബിന്റെ കൈകളിൽ വെച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള സ്വഹാബിമാർ ചെയ്ത ത്യാഗങ്ങൾ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു, طلحة بن عبيد الله رضي الله عنه، سعد بن معاذ رضي الله عنه، سعد بن أبي وقاص رضي الله عنه, سعد بن عبادة, ഔസിന്റെയും ഖസ്റജിന്റെയും നേതാക്കന്മാർ അവര് വാരിക്കോരി കൊടുത്ത് ഹബീബായ നബി തങ്ങൾക്കും ഉമ്മത്തിനു വേണ്ടി പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോ അവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം ചെയ്യാൻ ഹബീബിന്റെ കൈപിടിച്ച്, നബിയേ അങ്ങേക്ക് വേണ്ടത് ഞങ്ങൾ തരും എന്ന് ജന്മനാട് വിട്ട് നബി തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോ ഹബീബിന്റെ കൂടെ നിന്നവരെ പോലെയാണോ ജന്മനാട് ഹബീബായ നബി കീഴടക്കുകയും
മക്ക ഹബീബിന്റെ കരങ്ങളിൽ വരികയും ചെയ്തതിന് ശേഷം ഇനി ഇസ്ലാം വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ മുമ്പുള്ള അവസ്ഥ പോലെയല്ല മക്ക വിജയം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും നടന്നു കഴിഞ്ഞാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ദീനിലേക്ക് ആളുകൾ പിന്നെ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടായിരിക്കും. അതുവരെ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മക്ക വിജയത്തിന്റെ ശേഷം ചിത്രം മാറി മറിയുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ഹബീബിന്റെ മുമ്പ്, നബിയേ ഞങ്ങൾ ഇന്ന ഗോത്രക്കാരാണ് നബിയെ, ഞങ്ങൾക്ക് മുഴുവൻ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് കലിമ ചൊല്ലിത്തരാൻ പറയുന്ന അവസരങ്ങൾ ഉണ്ടായി മക്ക വിജയത്തിന് ശേഷം. അതുകൊണ്ട് നബി വിശുദ്ധ ഖുർആൻ പറയുന്നു, മക്ക വിജയത്തിന്റെ മുമ്പ് ചെയ്തതും മക്ക വിജയത്തിന്റെ ശേഷം ചെയ്യുന്നതും ഒരുപോലെയല്ല. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. അതുകൊണ്ടൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ദീനിന്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല ദീനിന്റെ പ്രതിസന്ധി നീങ്ങിക്കഴിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത്. പ്രതിസന്ധിയോടൊപ്പം നന്മ ചെയ്ത ആളുകൾ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു, അവർ ഒരുപാട് സ്ഥാനമുള്ളവരാണ്. മുഹാജിറുകളും അൻസ്വാരികളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ കൂടെ നിന്ന് ഹബീബിനെ സഹായിച്ചവരും മക്ക വിജയത്തിന്റെ ശേഷം ഓടി വന്നവരും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഏറ്റവും നന്മയുടെ വശത്ത് നിൽക്കലാണ്. ഒരു കാര്യം നടക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെന്ന് വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നതും അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ഒരുപോലെയല്ല. രണ്ടിനും കൂലിയുണ്ട്, പക്ഷെ ആദ്യത്തേതിന് പ്രതിഫലം കൂടുതലാണ്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. നിബിധങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ യാചിക്കരുത്, നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കരുത്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പിരിവെടുക്കരുത്, നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞൊരിക്കലും നിങ്ങൾ ജനങ്ങളോട് കൈനീട്ടരുത്. അങ്ങനെ ഒരു ദുരവസ്ഥ വന്നാലൊഴികെ, അത്തരമൊരു ദുരവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അവിടെ അത് ജായിസാകും. എന്നാൽ അല്ലാതെ നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത്, ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടരുത്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അർത്ഥം? കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ. അൽ യദുൽ ഉൽയാ, മേലെ നിൽക്കുന്ന കൈയാണ് ഖൈർ മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ. മേലെ നിൽക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്നതാണ് ഖൈർ. അത് കിട്ടുന്നതോ വാങ്ങിക്കുന്നതോ അല്ല, ദാനം ചെയ്യുന്നതാണ്. അതിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഹറമിൽ റമളാനിൽ ഹറമിലുണ്ടായിരുന്നു, ആഷിമിക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടികൾ കാര്യം കണ്ടിട്ട് പറയായിരുന്നു, അവിടെ ഒരാൾ ഇന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് കിട്ടി. ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നതിനപ്പുറം ആ വിതരണം ചെയ്ത ആളെപ്പോലെ നമുക്ക് ആവാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹറമിൽ നോമ്പെടുത്തൊരു മനുഷ്യന് ഇഫ്താർ കൊടുക്കുന്ന കൂലി എത്ര, അല്ലാതെ തന്നെ നോമ്പ് ഉറപ്പിച്ച എത്രയാ പ്രതിഫലം. ആ നോമ്പുകാരൻ്റെ കൂലി മുഴുവൻ നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ കൊടുത്തത് എനിക്ക് കിട്ടിയില്ലല്ലോ തിക്കും തിരക്കാനല്ല പോവേണ്ടത്, എനിക്ക് അവരെ പോലെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ പടച്ചോനെ. നമ്മൾ കൊടുക്കുന്നവരായി മാറണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഏതൊരു കാര്യം വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി അവിടെ തിരക്കും അല്ലേ, ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ തിരക്കും. വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരക്കാണ്. ബദരീങ്ങളാണ് എൻ്റെ ചോറ് കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറയല്ലേ, അതിന് നമ്മൾ ഇന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാരെങ്കിലും പരാതി പറയലുണ്ടോ? ഉണ്ടോ? ഉദഹ്യത്തിൻ്റെ ഇറച്ചി പൊതി കിട്ടിയപ്പോൾ എനിക്ക് കുറേ എല്ലാം കിട്ടിയത്, എനിക്ക് ഇറച്ചി കുറവായിരുന്നു അല്ലേ, എന്നാൽ ഒരു ഉദഹ്യത്ത് എൻ്റെ വക ഞാൻ കൊടുത്തു, എനിക്ക് കൊടുക്കാൻ പറ്റണേ, എന്നെ കൊണ്ടായില്ലല്ലോ, ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയേണ്ടത് അതല്ലേ, എനിക്ക് കൊടുക്കാം. അൽ യദുൽ ഉൽയാ, കൊടുക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്ന കൈയാണ് ഖൈറും മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ കൊടുക്കുന്ന കൈയാണ്. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്നതല്ല മേന്മ. വീട്ടുകാർക്ക് വേണ്ടി ജോലിയെടുത്ത് ശമ്പളം വാങ്ങിച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് വീട്ടിലെ ചെലവ് കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന്റെ മേന്മ. അതാണ് ഖൈർ.
നമുക്ക് ചെലവിന് കൊടുക്കാൻ പറ്റണം. എന്താ പറയാ, ജ്യേഷ്ഠ അച്ഛന് എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഉമ്മാന്റെ ആ ഒരു അനന്തര സ്വത്തുനിന്ന് എനിക്ക് ഇങ്ങനെ അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് വെറുതെ കിട്ടിയില്ലല്ലോ, എനിക്ക് ആ വസിയത്തിന് കിട്ടിയിട്ടില്ലല്ലോ, എന്റെ ഓഹരി എവിടെ? നമുക്കെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനായോ? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഫു സഫാസിഫഹാ. അല്ലാഹുവിന് ഇഷ്ടമാണ് മആലിയൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ. നിസ്സാരമായ ചെറിയ കാര്യങ്ങൾക്കല്ല നമ്മൾ നോക്കേണ്ടത്, നല്ല സ്റ്റാൻഡേർഡുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. മആലിയൽ ഉമൂർ, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ് മആലിയൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ, അന്തസ്സുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. നിസ്സാരമായ കാര്യങ്ങൾ അല്ല, നമ്മൾ അതിക്കും മീതെ വളരെ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒരു മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് ചെറുതല്ല. പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മസ്ജിദിന്റെ ഒരു കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് വെറുതെ കണക്ക് വായിച്ച് ഉസ്താദുമാരുടെ ശമ്പളം കൊടുത്ത് അവരെ പിരിച്ചുവിടാനുള്ളതല്ല. അല്ലെങ്കിൽ പള്ളിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടോ, അത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യണം, ശരിയാണ്. പക്ഷേ ആ മഹല്ലിന്റെ നന്മ, ആ മഹല്ലിലെ ജനങ്ങളുടെ നന്മ, അവർക്ക് ഇൽമ പഠിക്കാൻ അവസരമുണ്ടോ, അവരിൽ പ്രായമുള്ളവർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തവർക്ക് ഓതാനൊരു ക്ലാസ് ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ടുവന്ന് ഇതാ മഹല്ലതിന് ശമ്പളം കൊടുക്കുന്നു. ഉസ്താദന്മാർക്ക് കൃത്യമായും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഉസ്താദുമാർ കൃത്യമായി ജോലി ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു, അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നു. ഉസ്താദുമാർക്ക് ഒരിക്കലും നാട്ടുകാരോട് ചെന്നൊരു കുഞ്ഞിനെ കെട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരുത്താതെ ന്യായമായ ശമ്പളം അവർക്ക് കൊടുക്കുന്നു. മദ്രസ 2-3 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പൂട്ടിയിടല്ലേ, അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കാം. ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, കല്യാണത്തിന് പോകുന്നവർ, പ്രീ മാരിറ്റൽ കോഴ്സുകൾ, ഡി അഡിക്ഷൻ ഉപദേശങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ്, ഇതൊക്കെ നമ്മുടെ മദ്രസ സംവിധാനം ഉപയോഗിച്ചൂടെ? നമ്മുടെ സ്ഥാപനം പൂട്ടിക്കിടക്കാൻ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പൂട്ടി, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മദ്രസ പിന്നെ പൂട്ടിക്കിടക്കാൻ. അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ക്ലാസ്സുകൾ. നമ്മുടെ മസ്ജിദുകൾ, ഒരു ഹിഫ്ള് എന്ന് പറയുമ്പോഴേക്കും ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വേണ്ടെന്ന് ആലോചിക്കുക. നമ്മുടെ മസ്ജിദ് പോരെ, പള്ളി പോരെ? പള്ളി എത്ര വലിയ സംവിധാനമാണ്. 5 നേരത്തെ വക്ത് കഴിഞ്ഞ് പൂട്ടിടാനാണോ? അവിടെ ദർസ് ഉണ്ടാവട്ടെ, അവിടെ മുതഅല്ലിമീങ്ങൾ പഠിക്കട്ടെ, ഹാഫിളീങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ നിലക്കും മആലിയൽ ഉമൂർ, മാതൃകാപരമായ സംവിധാനങ്ങൾ ചെയ്യുക. അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ. നിസ്സാരമായ പ്രവർത്തനങ്ങൾ, യോഗ്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ, ന്യായമല്ലാത്തത് അല്ലെങ്കിൽ തരം താഴ്ന്നത്, ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന് ഇഷ്ടം ഏറ്റവും മേന്മയേറിയ പ്രവർത്തനങ്ങളാണ്. അതിനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. വിശുദ്ധ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് യാചിക്കരുത് എന്ന് പോലും നബി തങ്ങൾ പറയാൻ കാരണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ അൽ യദുൽ ഉൽയാ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾക്ക് മനപ്പാടാക്കാൻ പറ്റിയാൽ ഈ ഹദീസ് പഠിച്ച പോരെ. അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. പറഞ്ഞു നോക്കി, അൽ യദുൽ ഉൽയാ, നിങ്ങൾ പറയുന്നില്ലേ? അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. യദ് എന്ന് പറഞ്ഞാൽ കൈ, അൽ യദുൽ ഉൽയാ മേലെ നിൽക്കുന്ന കൈ, ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. ഒരു ഹദീസ് പഠിച്ചു, അൽഹംദുലില്ലാ. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും നല്ലത്. എന്നിട്ട് പറയുമായിരുന്നു, ലാ തസാലുൽ മസ്അലതു ബിഅഹദികും. ചില ആളുകൾ ലജ്ജയില്ലാതെ അവര് യാചന നടത്തും. ഹത്താ യൽഖല്ലാഹ തആല. അങ്ങനെ പരലോകത്തേക്ക് വരുമ്പോൾ വലൈസ ഫീ വജിഹി മുസ്അതു ലഹ്മിൻ. ഇറച്ചിയുടെ മാംസത്തിന്റെ ഒരു തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ ഉണങ്ങി വരണ്ടിരിക്കും ചില ആളുകളുടേത്. ആർക്കാന്നറിയോ? വെറുതെ യാചിച്ച് നടക്കുന്ന ആളുകൾ. എൻ്റെ സുഹൃത്തൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാൾ വന്നു, കടം കയറിയിട്ടുണ്ട്, ആ കടം വിട്ടാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പം എന്തേ കടന്ന് ചോദിച്ചു. ഞാനൊരു 4 റൂം ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, അതിന് കുറച്ച് പൈസ കടമുണ്ട്, അത് വീട്ടാൻ വേണ്ടി വന്നതാണ്. യാ അല്ലാഹ്. ഞാൻ മൂക്കത്ത് വിരലച്ച് ചോദിച്ചു, ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു, നിങ്ങളുടെ കടം എങ്ങനെ വന്നതാണ്? അപ്പോൾ പറഞ്ഞു, ജോലിയൊക്കെ ഉണ്ട്, പള്ളിയിൽ മദ്രസയിലൊക്കെ ജോലിയൊക്കെ ചെയ്തൊക്കെ റാഹത്തായി ഉഷാറായി പോവാ.
അപ്പം ഞാൻ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയത്, നാല് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം. അതിലൊരു ₹1 കോടി ഇപ്പോൾ കട ഉണ്ട്. ഇതൊക്കെ കട മനുഷ്യന്മാർ പറയാൻ പറ്റും? ഇതൊക്കെ لا يزال المسألة بأحدكم لا تزال المسألة بأحدكم. ചില ആളുകൾ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കും. മരിച്ചുകൊണ്ടേ മരിച്ചു പോകുമ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ വലൈസ ഫീ വജീഹി മുസ്അതു ലഹ്മിൻ, ഒരു മാംസത്തിന്റെ തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ സ്കള്ളായിരിക്കും, വെറും എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തേ? മുഖത്തെ എല്ലാ ഐശ്വര്യവും പോയിട്ടുണ്ടാവും. മനുഷ്യന്മാരോട് യാചിച്ച ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളാണ്. എന്നിട്ട് യാചന നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ പറയാം, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ യാചിക്കുന്നവരാവരുത്. മൻ സഅലന്നാസ വലഹു മാ യുഗ്നി, ജീവിക്കാൻ അവസരവും ജീവിക്കാൻ സൗകര്യവും സമ്പത്തും ജോലിയും കച്ചവടമോ ശമ്പളമോ ഉണ്ടായിരിക്കെ ജനങ്ങളോട് യാചിക്കുന്നവർ, ജാഅ യൗമൽ ഖിയാമ വമസ്അലതുഹു ഫീ വജ്ഹിഹി ഖുമൂഷ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ചില ആളുകളുടെ മുഖത്താകെ വ്രണങ്ങളായിരിക്കും, മുറിവുകൾ, മാന്തിയെടുത്ത പോലെ, നഖങ്ങളെ കൊണ്ട് മാന്തിയെടുത്ത പോലെ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വരിഞ്ഞു പോയിട്ടുണ്ടാകും. ഖീല, അവരെ ചോദിച്ചു, നബിയേ മൽ ഗിനാ യാ റസൂലല്ലാഹ്. നബി നിങ്ങൾ പറഞ്ഞത് മൻ സഅലന്നാസ വലഹു മാ യുഗ്നി, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വരുമാനമുണ്ടായിരിക്കെ യാചന ചെയ്താൽ, യാചിക്കാൻ ചെന്നാൽ, ആരോടെങ്കിലും പോയി യാചിച്ചാൽ അവരുടെ മുഖത്ത് അല്ലാഹു തആല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും ഖിയാമത്ത് നാളിൽ എന്ന് ചോദിച്ചപ്പോ വമൽ ഗിനാ യാ റസൂലല്ലാഹ്, യാചിക്കാൻ പാടില്ല എന്നങ്ങ് പറഞ്ഞ ആ ഗിനയുടെ ഐശ്വര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? ഐശ്വര്യം ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഐശ്വര്യം എന്ന് പറഞ്ഞത് നബിയെ, അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ടോ? അതിനൊരു അളവുകോലുണ്ടോ? എന്താണത്? ഖാല 50 ദിർഹമൻ ഔ ഖീമത്തുഹാ മിനൽ ദഹബി, 50 ദിർഹമോ അതിന് തത്തുല്യമായ സ്വർണമോ തന്റെ കയ്യിലുണ്ടായിരിക്കെ. 50 ദിർഹം എന്ന് പറയുന്നത്, 50 ദിർഹം എത്രയായിരിക്കും ഇന്ത്യ റുപ്പീസ് വെച്ചാൽ? 5000 രൂപ അല്ല, 10,000 അല്ലേ? അല്ല, അത്രയൊന്നും ആവില്ല. 1000 രൂപ. ഒരു ദിവസം ഒരു മനുഷ്യന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, അതുകൊണ്ട് വല്ലാണ്ടൊന്നും കിട്ടൂല എന്നറിയാം. ഒരു ഷോപ്പിൽ പോയാൽ എന്താ അതിനുകൊണ്ടുള്ളത്. എന്നാലും ഒരു ദിവസം കഷ്ടിച്ച് സർവൈവ് ചെയ്യാൻ അതുപോലെ. അങ്ങനെ ഒരു വരുമാനമുണ്ട് ഒരാൾക്ക്, 1000 രൂപയെങ്കിലും തന്റെ കയ്യിൽ ബാക്കിയുണ്ട്. എന്നിട്ട് ആളുകളോട് യാചിക്കാൻ ചെന്നാൽ, കടം വാങ്ങിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കടം നിങ്ങൾക്ക് വാങ്ങിക്കാം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കടം വേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. ബാങ്കിന്റെയോ പലിശയുടെയോ കടത്തിലേക്ക് പോകാതെ മനുഷ്യരുമായി നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ കടങ്ങൾ വാങ്ങിക്കാം, അവർക്ക് തിരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നമ്മൾ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാണ്ടാകുമ്പോഴാണ് ആളുകൾ സഹായിക്കാൻ മുതിരാതിരിക്കുന്നത്. അവർ കടം വാങ്ങി പിന്നെ പിരിച്ചു, പിന്നെ കൊടുത്ത ആൾക്കാർ ടെൻഷൻ, വാങ്ങിയാൽ ഒരു ടെൻഷനും ഇല്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കടം കൊടുത്തവൻ ഉറക്കം വരുന്നില്ല, വാങ്ങിപ്പോയവൻ ചെത്തിപ്പൊളിച്ച് നടക്കുകയാണ്. ഓനൊരു പ്രശ്നമില്ല. എന്നാ എൻ്റെ പൈസ അങ്ങ് എടുക്കാൻ തന്നൂടെ എന്നങ്ങ് മുഴുവൻ ചോദിക്കണ്ട, പിന്നെ കത്തിക്കുത്താണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഹക്ക് ചോദിച്ച മുതലാളി, എൻ്റെ കാശ് തിരിച്ചരാൻ സമയമായില്ലേ, നീ എന്താ തരാത്തത് എന്ന് ഒരു കനപ്പിച്ചെന്ന് ചോദിച്ചോ, തീർന്നു. അത് കുടുംബമാണെങ്കിൽ കുടുംബ ബന്ധം മുറിഞ്ഞു, സൗഹൃദമാണെങ്കിൽ അത് ഉടഞ്ഞു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. അങ്ങനെ ആവരുത്. മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്, പരസ്പരം കൈചേർത്ത് പിടിക്കേണ്ടവരാണ്, പരസ്പരം താങ്ങി നിൽക്കേണ്ടവരാണ്. അല്ലാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് 50 ദിർഹം നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ, ഒരു ദിവസം 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാചിക്കാൻ അവകാശമില്ല എന്ന് നമുക്ക് ഇന്നത്തെ കണക്ക് വെച്ച് ആ ഒരു ദിർഹമിന്റെ കണക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അന്നത്തെ 50 ദിർഹം ആയിക്കൊള്ളുന്നില്ല നമ്മുടെ ഇന്നത്തേത്. എന്നാലും ഒരു മിനിമം സർവൈവൽ ഒരു മനുഷ്യന് സാധ്യമാകുന്നത്. മൻ യതകഫലു ലീ അല്ലാ യസ്അല الناس ശൈഅൻ അതകഫലു ലഹു ബിൽ ജന്ന. ആരാണ് ജനങ്ങളോട് ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരോടും യാചിക്കൂല എന്ന് പറയാൻ ആരെങ്കിലും ധൈര്യമുണ്ടോ? അവർക്ക് ഞാൻ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് പുണ്യ റസൂല് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി തങ്ങളോട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ വാക്കുതരും നബിയെ, എന്ത് സംഭവിച്ചാലും പട്ടിണി കിടന്നാലും ഞാൻ ആരോടും യാചിക്കില്ല എന്ന്.
റസൂലുള്ളാഹി തങ്ങളോട് വാക്കുകൊടുത്ത സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് സ്വഹാബികൾ പറയാ, ഈ തൗബാൻ എന്നവർ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒട്ടകത്തെ കൊട്ടുന്ന വടി ഉണ്ടാകും. ആ വടി താഴെ വീണാൽ കൂടെ അങ്ങാടിയിലൊക്കെ നടക്കുമ്പോഴേ അതെ ആ വടി ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ തൗബാൻ എന്നവർ മടിക്കുമായിരുന്നു. മൂപ്പരന്റെ മേലെന്ന് താഴെ ഇറങ്ങി ആ വടി എടുത്തിട്ട് മേലെ കയറും. അപ്പൊ ആളുകൾ പറയും, തൗബാൻ നിങ്ങൾക്കത് ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങൾ എടുത്തു തരില്ലായിരുന്നോ? നിങ്ങൾ എന്തിനെ മേലെന്ന് താഴെ ഇറങ്ങിയത്? അപ്പൊ പറയും, ഞാൻ ആരോടും യാചിക്കില്ലെന്ന് നബിയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു യാചനയൊന്നും അല്ല, പക്ഷേ ആ വാക്കിന്റെ പേരിൽ ഇതുപോലും ഞാൻ ആരോടും ചോദിക്കില്ല എന്നെന്റെ തീരുമാനമാണെന്ന് തൗബാൻ റളിയല്ലാഹു അൻഹു. എന്ത് അന്തസ്സുള്ള ജീവിതമാ ഒരു മുസ്ലിമിന്റെ ജീവിതം. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണേ, ഒരുപാട് മിസ്കീന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫക്കീറന്മാർ, അവർ ചിലരെങ്കിലും വെറുതെ ചോദിച്ച് ആവശ്യങ്ങൾ തീർന്നാലും ചോദിച്ച്, കുട്ടിനെ കെട്ടിച്ചാലും വീണ്ടും പറയും കുട്ടിനെ കെട്ടിക്കാണ്ടെന്ന് പറയും. വല്യമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും വല്യമ്മക്ക് സുഖല്ല. ഇങ്ങനെ പറഞ്ഞ് നുണ പറഞ്ഞും അല്ലാതെയും ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ സത്യസന്ധരായ പട്ടിണി കിടക്കുന്ന എത്രയോ ഇടത്തരക്കാരായ ആളുകൾ. മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടാവും, വീടുണ്ടായിരിക്കും. ആ വീടിൻ്റെ ഉള്ളിൽ പുകയുയരാതെ കണ്ണുനീര് കൊണ്ട് കൊച്ചുമക്കളെ വെച്ച് അവർക്കൊരു നല്ല ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ മുഴുപട്ടിണിയും അരപട്ടിണിയുമായി കഴിയുന്ന എത്രയോ ഇടത്തരക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അവരെയാണ് മിസ്കീന്മാരെന്ന് പറയാൻ. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നിർബന്ധമായും നോക്കേണ്ടത് ചെറ്റക്കുടിലുകൾ മാത്രമല്ല, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള വീട് തന്നെയാണ്. പക്ഷെ ഇപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അഭിമാനം കൊണ്ട് മാനം പോകുമല്ലോ എന്ന് വിചാരിച്ചാരോടും കൈനീട്ടാത്തവർ, അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് ഖുർആൻ പറയുന്ന മിസ്കീൻ, പാവപ്പെട്ടവരൊക്കെ അതിൽപ്പെടും. പക്ഷേ മിസ്കീൻ എന്ന കാറ്റഗറി വേറെ തന്നെയുണ്ടെന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയാറുണ്ട്. നമ്മുടെ കാഴ്ചയിൽ അവർ മുതലാളിമാരാണ്, പക്ഷെ ഉള്ളിൽ അവർ ദരിദ്രന്മാരാണ്. അവരെ നമ്മൾ സഹായിക്കണം, അവരെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റുള്ളവരും കാണണം, പക്ഷേ മറ്റുള്ളവരുടെ ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ കല്യാണം കഴിയുമ്പോൾ ഒരു പക്ഷേ 2 കല്യാണത്തിന് ആവശ്യമുള്ള കാശ് അവർക്ക് ഒറ്റ കല്യാണം കൊണ്ട് കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഇടത്തരക്കാരായ ആളുകൾ അങ്ങനെയല്ല. അവരുടെ ജീവിതമോ നടപ്പോ കാണുമ്പോൾ അവരൊക്കെ വലിയ ആളുകളാണ്, വലിയ സൗകര്യത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അവർ സത്യത്തിൽ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുകയായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ യതകഫലു ലി അല്ലാ യസ്അലൻ നാസ ശൈആ അതകഫലു ലഹു ബിൽ ജന്ന. ജനങ്ങളോട് ആരോടും ഞാൻ ചോദിക്കില്ല എന്നെനിക്ക് വാക്കു തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പുണ്യനബി പറഞ്ഞപ്പോ ഫഖാല സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അന യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങേക്ക് വാക്ക് തന്നു നബിയേ, ഞാൻ ഇനി ആരോടും ഒന്നും ചോദിക്കില്ല. മഹാനവറുകൾ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടകത്തിന്റെ മീതെ നിൽക്കുമ്പോൾ ഒരു സാധന ടവലോ വടിയോ എന്തെങ്കിലും താഴെ വീണാൽ അവർ താഴെ ഇറങ്ങിയിട്ട് അത് എടുത്തിട്ട് മേലെ കയറും. ഒരാളോട് അങ്ങ് എടുത്തു തരുമോ എന്ന് പോലും ചോദിക്കില്ലായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഹബീബ് ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡുള്ള ഉമ്മത്തായിട്ടാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ട് യാചിക്കുന്നവര്, അങ്ങനെ ആരും നമ്മളെ പറ്റി വിചാരിക്കരുത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന്, ദാഹിക്കുന്നുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാന്ന്. ചോദിക്കും മുമ്പ്, ഒരാൾ കൈനീട്ടും മുമ്പ് അവരെ സഹായിക്കാന്നൊക്കെ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു പണിയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത്. അള്ളാഹു ഒരു കൂലി കൊടുക്കട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചില ആളുകൾ വന്നിങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. ഖലീഫയായിരുന്ന കാലത്ത് അലി തങ്ങൾക്കറിയാം ഇവരെന്തോ ചോദിക്കാൻ വന്നതാണ്, എന്തോ സഹായം വേണം. ഖലീഫയല്ലേ, ബൈത്തുൽ മാൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ചോദിക്കാം. പക്ഷെ അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും. അപ്പം അലി റളിയല്ലാഹു അൻഹു അവർ ചോദിക്കും മുമ്പ് അവരോട് പറയും, നിങ്ങൾ എന്നോട് പറയാൻ വന്ന വിഷയം അവിടെ മണലിൽ എഴുതിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ എന്ന് പറയും. ആരുണ്ടാവില്ല, ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും, അവിടെ നിങ്ങൾ എഴുതിയിട്ട് പൊയ്ക്കോ എന്ന് പറയും. നേരിട്ട് അന്നൊന്നും പേപ്പറും പെന്നൊന്നും ഇല്ലല്ലോ, മെസ്സേജും ലെറ്ററൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് എളുപ്പമുള്ള വഴിയാണ്. വിരലുണ്ട്, മണലും ഉണ്ട്, എഴുതാനും പറ്റും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, അഹ്ഫളു മാഅ വജ്ഹിഹി, അവരുടെ മുഖത്തിലെ വെള്ളം ഞാൻ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് മുഖത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ഐശ്വര്യം, ഒരു മനുഷ്യന്റെ അഭിമാനം. ചോദിക്കുമ്പോൾ അവർക്ക് വിഷമായിരിക്കും. എഴുതി വെച്ച് പോയാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്നാലും ചോദിച്ച് അപമാനപ്പെട്ടു എന്ന് വിചാരിക്കൂലല്ലോ. എൻ്റെ മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യിക്കാറുള്ളത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും മുമ്പേ ചോദിക്കേണ്ട, നിങ്ങളൊന്ന് എഴുതി വെച്ച് പോയിക്കോ, ഞാനത് നോക്കിയിട്ട് ചെയ്തേക്കാം
എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഫയഖ്ലി ഹാജത, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് മഹാനെ കുറിച്ച് പറയാറുണ്ട്. യാ അല്ലാഹ്. അല്ല, പരിപാടി നിർത്തണ്ടേ? 10 മിനിറ്റ് കൂടെ കേട്ടോ, മാക്സിമം. സമയം പോയത് അറിഞ്ഞില്ലല്ലോ. നമ്മൾ തുടങ്ങിയതൊരു 10 മണിക്കല്ലേ? അപ്പോൾ ആ പറഞ്ഞിടത്തേക്ക് എത്താൻ 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റ് നിർത്തല്ലേ? അതല്ലേ നല്ലത്? നല്ലത്. ഇൻഷാ അല്ലാഹ്. ഇതെങ്ങനെ പോവുകയാണെങ്കിൽ നേരം കൂടെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചവിട്ടി പിടിച്ച് നിർത്താൻ നല്ലത്. അപ്പോൾ നിബിതങ്ങൾ, അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നിബിതങ്ങൾ ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡുള്ള ഉമ്മത്താവാണ്. എന്തൊക്കെ നന്മകളാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നീട് കേട്ടു നോക്കുക. എത്രയേറെ വിഷയങ്ങളാണ് ഈ ഉമ്മത്തിനോട് ദീനിന് പറയാനുള്ളത്. ഈ ഉമ്മത്തിന്റെ സംസ്കാരം ഇങ്ങനെയാവണം. അവരിങ്ങനെ ഉയർന്നു ചിന്തിക്കുന്നവരാകണം. അവര് ഈമാനും തഖ്വയും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഏത് പ്രവർത്തനത്തിന്റെ പിറകിലും ആഖിറം കരുതുകയും ചെയ്യുന്നവരാവണം. എന്നിട്ട് ഹബീബ് നമ്മളോട് പറയാ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ മാത്രം ചോദിച്ചു നിർത്തല്ലേ. എനിക്ക് ആരോഗ്യം വേണം, എൻ്റെ അസുഖം മാറണം, എൻ്റെ കടം വീടണം, എനിക്ക് കുട്ടികൾ വേണം, എൻ്റെ കല്യാണം ശരിയായില്ല, വീടായിട്ടില്ല, ഇങ്ങനെ പലതും നമുക്ക് ചോദിക്കാനുണ്ടാകാം. ഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, റബ്ബേ ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണേ. അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. വെറും ഒരു സ്വർഗം മാത്രം എന്ന് പറയല്ലിൻ. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണത്. ശുഹദാക്കൾക്ക് മാത്രം അല്ലാഹു കൊടുക്കുന്ന സ്വർഗം 100 തട്ടാണെന്നാണ്. 100 ലെവലാണ് ശുഹദാക്കൾക്ക് മാത്രം. അതിൽ തന്നെ പല അവരുടെ നീയത്തിനും അവരുടെ അമലിനും അനുസരിച്ച് ഏറ്റ വ്യത്യാസം ഉണ്ടാവും. 100 തട്ടുകളുള്ള സ്വർഗമാണ് ശുഹദാക്കൾക്ക് മാത്രം. നബി തങ്ങൾ പറഞ്ഞു, ആ ശുഹദാക്കളുടെ 100 തട്ട് സ്വർഗത്തിന്റെ പ്രശ്നം. അതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മാ ബൈന ദറജതൈൻ, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ദൂരം. ഇവിടുന്ന് തെങ്ങിന്റെ മുകൾക്കായിരിക്കുന്നു അല്ല, മാ ബൈന സമാഇ വൽ അർദ്, ആകാശം. നമുക്കതിന് അറ്റം കാണൂല, ഒരിക്കലും കാണൂല. സയൻസിന് ലെൻസ് കൊണ്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല. ദ ലിമിറ്റ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർത്തിയാണ്. നക്ഷത്രങ്ങളുടെയും അപ്പുറത്ത് കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ പരിധിയാണ് ആകാശം എന്ന് പറയുന്നത്. നമ്മൾ സാന്ദർഭികമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മേലെ കാണുന്ന നീല നിറം ഇത് ആകാശമാണെന്ന് പറയും. പക്ഷേ വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യാ ബിമസാബിഹ്, ഒന്നാം ആകാശം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നക്ഷത്രങ്ങളുടെ മേലെയാണ് ഒന്നാം ആകാശം. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ് ശുഹദാക്കളുടെ 100 ലെവലുള്ള സ്വർഗത്തട്ടുകളിൽ ഒരു തട്ട് അടുത്ത തട്ടിലേക്കുള്ള ദൂരം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്താണ് അൽ ഫിർദൗസ്, വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിൻ്റെ മീതെയാണ് കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ സിംഹാസനം. ഫഇന്നഹു അഅലൽ ജന്നത്തി വവസതുഹാ, സ്വർഗത്തിൻ്റെ മധ്യവും അതിൻ്റെ ഉന്നതമായ സ്ഥാനവും ഫിർദൗസാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ആ ഉയർച്ചയിൽ കിടക്കുന്ന സ്വർഗം ചോദിക്കാനൊന്നും നമ്മൾ യോഗ്യരല്ല. എന്നാലും ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഏറ്റവും നല്ലത്, ഏറ്റവും ഉയരങ്ങളിലുള്ളത് അല്ലാഹുവിനോട് ചോദിക്കണം. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. എല്ലാ നന്മയും അല്ലാഹുവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ, എൻ്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറച്ചു പോയാൽ ഞാൻ അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്, റബ്ബേ എനിക്ക് ചെരുപ്പ് വേണം കേട്ടോ. ജന്നത്തുൽ ഫിർദൗസും ഞാൻ അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. ചെറുതും വലുതും റബ്ബ് തആല തരാൻ കഴിയുന്നവനാണ്. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഉന്നതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം മനോഹരമാണ്. ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അതിന്റെ സൗന്ദര്യം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ ഒരു ചെറിയ കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കുഹു മാ ലാ യഅനി, നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ പോയി തലയിടരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ആരോടും ചോദിക്കാൻ പോകരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സമയം ചെലവഴിക്കരുത്. നമുക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം. ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ?
തർക്കുഹു മാ ലാ യഅനി. ഇങ്ങനെ ന്യൂസ് കളക്ട് ചെയ്ത് നടക്കുക, അതെന്തായി, ഇതെന്താ, അവളുടെ കാര്യം എന്താ, ഇവന്റെ കാര്യം എന്താ, മറ്റോൾ എന്തായി, ഇവളെന്തായി, ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ അമലിനെ കുറിച്ചാണ്. ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് യുവർസെൽഫ്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാൻ നടക്കണ്ട, ഞാൻ എൻ്റെ വിഷയം നോക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അനാവശ്യങ്ങളിലേക്ക് തലയിടാതിരിക്കുക, അനാവശ്യ വിഷയങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക. അനാവശ്യമായത് ഞാൻ പറയുന്നത് മോശപ്പെട്ടത് എന്ന് പോലുമല്ല. ലീവ് തിങ്സ് ദാറ്റ് ഡസ് നോട്ട് കൺസേൺ യു, തിങ്സ് ദാറ്റ് ഡു നോട്ട് കൺസേൺ യു. നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം അതിൽ പോയി തലയിടണ്ട. ലോകത്ത് എത്രയൊക്കെ വീഡിയോസ് കാണും, വെബ്സൈറ്റ്സ് കാണും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആയിരക്കണക്കിന് കമൻറ്റുകളും വീഡിയോസും എഴുത്തും വായനയും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണും. ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് മരിക്കാൻ പറ്റുമോ? മരണത്തിന് മുമ്പ് ഇതൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുമോ? കണ്ടു തീർക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മുടെ ആഖിറത്തിലേക്ക് നമ്മെ സഹായിക്കുന്നത് എന്തോ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ദുനിയാവിന് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇതൊരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഅനി. ലീവ് those that don't concern you. നിങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുക. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു തലയും വാലുമില്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ പോവാതിരിക്കുക. ചീപ്പായിട്ടുള്ള വളരെ നിസ്സാരമായ ചർച്ചകൾക്ക് സമയം കൊടുക്കാതിരിക്കുക, അത് കാണാതിരിക്കുക, അതാർക്കും ഫോർവേഡും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ സ്വഭാവമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മാർഗത്തിൽ ത്യാഗം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത എത്രയോ ആളുകളുടെ മഹച്ചരിതങ്ങൾ ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അവരുടെ ബയോഗ്രഫി, അവരുടെ ഹിസ്റ്ററി നമ്മൾ വായിക്കണം, അറിയണം, കുട്ടികളെ പഠിപ്പിക്കണം. അത് വലിയൊരു ഇൻസ്പിറേഷനാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മോട്ടിവേഷൻ. അവരുടെ ജീവിതം തന്നെ വലിയൊരു മെസ്സേജാണ്. ആ മെസ്സേജ് നമ്മുടേതാക്കി മാറ്റിയെടുക്കുക. ജീവിതത്തിൻ്റെ വിജയം വരിച്ച നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയ ബെസ്റ്റ് എക്സാമ്പിൾസ് എവർ, അതോടുകൂടെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ, പുണ്യനബി തങ്ങളുടെ സുന്നത്തും അവിടുത്തെ ചര്യയും അറിയാനും പഠിക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യരായി, നല്ലവരായി, ദ ബെസ്റ്റ് ഓഫ് ഹിസ് ക്രിയേഷൻസ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നമ്മളെ കൊണ്ടാവണം. അതാ പുണ്യനബി ഞങ്ങൾ ആഗ്രഹിച്ചത്. അള്ളാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇവിടെ നാളത്തെ പരിപാടി എന്താണ്? ദുആ സമ്മേളനാണോ? അല്ലെ, മജ്ലിസുന്നൂർ മഹാനായ മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളുടെ നിർദ്ദേശപ്രകാരം കേരളീയ മുസ്ലിമീങ്ങൾ ആചരിച്ചു പോരുന്ന വലിയൊരു മജ്ലിസാണ് അസ്മാഉൽ ബദരീങ്ങളെ